റോമ സാമ്രാജ്യം വിചാരണ ചെയ്ത് കാൽവരി കുന്നിൽ കൊണ്ടുപോയി കുരിശിൽ തറച്ച യേശുക്രിസ്തു കൃത്യം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്നാണ് ബൈബിളിൽ കാണുന്നത്. അദ്ദേഹത്തെ കുരിശിൽ തറച്ചവരും അദ്ദേഹത്തെ ചമ്മട്ടിയോട് അടിച്ചവരും മുൾക്കിരീടം അണിയിച്ചവരും ഒക്കെ ലഭ്യരായി എന്നുണ്ട് ചരിത്രം. ഇത് ഓർക്കാൻ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മറുനാടൻ മലയാളിയുടെ ഷാജൻസ്കറിയ മർദ്ദനമേറ്റ് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് മാത്രമല്ല, പുള്ളി ആശുപത്രിയിൽ നിന്ന് തന്നെ പുതിയ വീഡിയോ ചെയ്ത് ഇറക്കാനും തുടങ്ങി എന്നുള്ളതാണ്. ഷാജൻസ്കറിയയ്ക്ക് മർദ്ദനമേറ്റു എന്നറിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിലെ 2 വിഭാഗം ആളുകൾ വളരെയധികം സന്തോഷിച്ചു. ഒന്ന്, പാകിസ്ഥാനോട് കൂറ് പുലർത്തുന്ന അല്ലെങ്കിൽ ഗസയെക്കുറിച്ച് നിരന്തരം ആലോചിച്ച് വിഷാദിച്ച് നെടുവീർപ്പിട്ടുകൊണ്ടിരിക്കുന്ന ചില ജിഹാദികളാണ്. പ്രത്യേകിച്ച് നമ്മുടെ മൗദൂദി ചാനലിലെ അടുപ്പൂട്ടി ചർച്ചക്കാരാണ്. അവർക്ക് ഈ ഒക്ടോബർ 7-ാം തീയതി ഹമാസ് ചെറുത്തുനിൽപ്പ് നടത്തിയപ്പോഴും പിന്നീട് കഴിഞ്ഞ വർഷം ബംഗ്ലാദേശിൽ അട്ടിമറി നടന്നപ്പോഴും ഉണ്ടായ പോലുള്ള സന്തോഷം, ഒരുപക്ഷെ അതിനേക്കാൾ അല്പം കൂടി കൂടിയ സന്തോഷം ഈ സന്ദർഭത്തിൽ അനുഭവപ്പെട്ടു. നമ്മുടെ നിഷാദ് റാവുത്തരും അജിംസും പങ്കെടുത്ത ചർച്ച കണ്ടപ്പോൾ എനിക്ക് വലിയ രോമാഞ്ചമുണ്ടായി. ഇവർ രണ്ടുപേരും ഈ ഷാജനെ തല്ലിയത് ശരിയായില്ല, പക്ഷേ അയാൾ നിശ്ചയമായിട്ടും നിസ്സംശയമായിട്ടും അടി അർഹിക്കുന്ന ആളാണ്. ഇയാൾ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണ്, സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുകയാണ്, BJPക്ക് അനുകൂലമായ പൊതുബോധം നിർമ്മിക്കുകയാണ്. അതുകൊണ്ട് ഇയാൾ മാധ്യമപ്രവർത്തനം നടത്താൻ അർഹനല്ല എന്ന രീതിയിലുള്ള ഒരു വലിയ നറേറ്റീവാണ് ആദ്യം തന്നെ ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് നിഷ്കളങ്കനായൊരു ചെറുപ്പക്കാരൻ്റെ ഭാര്യ വിഷാദരോഗം നിമിത്തം ആത്മഹത്യ ചെയ്തു. അത് ഒരു വലിയ വിഷയമാക്കി ഇയാൾ അവതരിപ്പിച്ചു. അങ്ങനെ ഈ ചെറുപ്പക്കാരന് വലിയ മാനഹാനി ഉണ്ടാക്കി, മനോവേദന ഉണ്ടാക്കി. മാടപ്രാവിനെ പോലെയുള്ള ആ ചെറുപ്പക്കാരൻ്റെ മനസ്സ് വേദനിച്ചു. അതിനൊരു പ്രതിക്രിയയായിട്ടാണ് അദ്ദേഹം ഇദ്ദേഹത്തെ ദേഹോദരം ഏൽപ്പിച്ചത്. അതൊക്കെ ന്യായീകരിക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്ന് ഒരു ഉപകഥ കൂടി ഉണ്ടാക്കി നമ്മളെ കോരിത്തരിപ്പിച്ചു. ഇത് തന്നെയാണ് വേറൊരു രീതിയിൽ കേരള സംസ്ഥാനത്തെ 2 പ്രമുഖ അന്തംകമ്മികളായ ഹർഷൻ പൂപ്പാറക്കാരൻ സനീഷ് ഇളയടത്തും ചേർന്ന് ന്യൂസ് മലയാളം എന്ന ചാനലിൽ നടത്തിയത്. അവരിതിനൊരു മാർക്സിസ്റ്റ് പരിപ്രേക്ഷ്യമാണ് അവതരിപ്പിച്ചത് എന്ന് മാത്രമേ ഉള്ളൂ. ജിഹാദികളുടെ തിരക്കഥയിൽ മാർക്സിസ്റ്റുകാരുടെ സംവിധാനമാണ് അവിടെ ഉണ്ടായത്. അത് ഏതാണ്ട് ഇതിനോട് കിടപിടിക്കുന്ന, ഇതിനോട് തുലനം ചെയ്യാവുന്ന സംഭവത്തിൻ്റെ ആയിരുന്നു. ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അതേ സമയത്ത് തന്നെ ഈ അന്തംകമ്മികളുടെ ഗ്രൂപ്പിലും ജിഹാദികളുടെ ഗ്രൂപ്പിലൊക്കെ വലിയ സന്തോഷം അങ്ങനെ നുരഞ്ഞ് പതഞ്ഞ് പൊങ്ങി എന്നുള്ളതാണ് സത്യം. ഓണത്തല്ലിൻ്റെ ഉദ്ഘാടനമാണ് നടന്നത് എന്ന രീതിയിൽ ഇവരൊക്കെ പരാമർശിച്ചു. ഷാജൻസ്കറിയയ്ക്ക് കിട്ടിയത് മതിയായില്ല, ഒന്നുകൂടി നന്നായിട്ട് കൊടുക്കേണ്ടതായിരുന്നു എന്നും അഭിപ്രായ പ്രകടനമുണ്ടായി. അതൊക്കെ സ്വാഭാവികമാണ്, ജനാധിപത്യ രാജ്യമുള്ളൂ. അവരവരുടെ മേലുകൊള്ളുന്നവരെ ഇങ്ങനെയുള്ള സന്തോഷമൊക്കെ നിലനിൽക്കുള്ളൂ. ഇപ്പോൾ ഇവരുടെ തലതൊട്ടപ്പനായിട്ടുള്ള ദാവൂദിനെ കയ്യും വെട്ടും കാലും വെട്ടും എന്ന് പറഞ്ഞ് അവർ തന്നെ മുദ്രാവാക്യം മാർക്സിസ്റ്റുകാരെ വിളിച്ചപ്പോൾ എന്തായിരുന്നു? വിലാപവും വിശുരവും നെഞ്ചത്തിരി നിലവിളിയൊക്കെ നമുക്കറിയാം. ഇതാ ദാവൂദിൻ്റെ ജീവൻ അപകടത്തിൽ, നല്ലവരായ നാട്ടുകാരെ ഓടി വരണേ എന്ന് പറഞ്ഞ് ഇതേ മീഡിയ വൺ ചാനൽ തന്നെ വലിയ നെഞ്ചത്തിരി നിലവിളി നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. ഷാജൻസ്കറിയയ്ക്ക് അടികൊണ്ടപ്പോൾ അവർ താത്വിക തലത്തിൽ, ദാർശനിക തലത്തിൽ, പ്രത്യയശാസ്ത്രപരമായിട്ട് അതിനെ ന്യായീകരിക്കുകയാണ്. അടി ശരിയായില്ല, ഒന്നുകൂടി നന്നായിട്ട് കൊടുക്കണമായിരുന്നു എന്നാണ് ഇവരുടെ ഈ അടുപ്പൂട്ടി ചർച്ചയുടെ ഒരാകത്തുക. അത് തന്നെയാണ് പൂപ്പാറക്കാരനും പറയുന്നത്. ഇങ്ങനെ ഓരോരുത്തരും അവരുടെ യുക്തിക്കും മനോധർമ്മത്തിനും അനുസരിച്ച് ഈ സംഗതികൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് അടുത്ത കാലത്തൊന്നും തീരുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഇവർ വിചാരിച്ചത് ഈ ഷാജൻസ്കറിയ ഇതോടെ മാധ്യമപ്രവർത്തനം നിർത്തും, പുള്ളി യൂട്യൂബ് ചാനലും പൂട്ടി ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു പോകും എന്നാണ്. പക്ഷേ പുള്ളി ഒരു സ്ഥലത്തേക്ക് പോയിട്ടില്ല എന്ന് മാത്രമല്ല, പൂർവാധിക ശക്തിയോടുകൂടി പുള്ളി ഇതേ കലാപരിപാടി തുടരുകയാണ്. പുള്ളിയുടെ ആദ്യത്തെ വീഡിയോ തന്നെ വലിയ രസമായിരുന്നു. അന്തംകമ്മികളെ ഞാൻ ചത്തിട്ടില്ല, ഉടനെ ഒന്നും ചാകത്തുമില്ല എന്ന് പറഞ്ഞ് പുള്ളി അതേ പഴയ റോസ് ഷർട്ട് വിട്ട് വീണ്ടും രംഗത്തിറങ്ങിയിരിക്കണം. ഞാൻ ഒരിക്കലും ഷാജൻസ്കറിയെ തിരുവനന്തപുരത്ത് ചേട്ടപ്പോൾ ചോദിച്ചു, എന്താ ചങ്ങാതി താൻ ഈ റോസ് ഷർട്ട് തന്നെ ഇടുന്നത്, തനിക്ക് വേറെ ഷർട്ടൊന്നുമില്ല? പുള്ളി പറഞ്ഞ് എനിക്ക് ഒരുപാട് ഷർട്ടുണ്ട്, പക്ഷേ ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ റോസ് മാത്രമേ ഇടൂ. മാത്രമല്ല നമ്മുടെ ഒരു ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു സാധനമാണ് റോസ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഇതുപോലെ ഒരാളുടെ ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ ജോസ് മാവേലി എന്നാണ് പുള്ളിയുടെ പേര്. പുള്ളി എല്ലായ്പ്പോഴും റോസ് കളറിലുള്ള ഷർട്ട് മാത്രമേ ഇടുള്ളൂ. ഇപ്പോൾ ആളുകൾ അദ്ദേഹത്തിൻ്റെ പേര് റോസ് മാവേലി എന്നാക്കി മാറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഷാജൻസ്കറിയ പുള്ളി ഈ റോസ് കളറിലുള്ള ഖദർ കുപ്പായം മാത്രമേ ധരിക്കുകയുള്ളൂ. പുള്ളിക്ക് വേറെ ഷർട്ട് ഇല്ലാത്തതുകൊണ്ടല്ല,
പക്ഷേ പുള്ളിയുടെ ഒരു ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഈ സാധനം നിലനിൽക്കുന്നത്. അപ്പോൾ അതേ ഷർട്ടുമായിട്ട് പുള്ളി വീണ്ടും ഈ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. കർത്താവിനെ പോലെ ഇദ്ദേഹവും 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞത് തെറ്റില്ല. ഇനി ഈ അന്തംകമ്മികളും ജിഹാദികളും പുള്ളിക്കെതിരെ എന്ത് പ്രതിക്രിയയാണ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയില്ല. ഏതായാലും പ്രതികൾക്ക് മൈഷേട്ട് അന്ന് ജാമ്യം കൊടുത്തിട്ടുണ്ട്. ജാമ്യത്തിലിറങ്ങിയ പ്രതികളോട് ഇനി മേലിൽ ഷാജൻ സ്കറിയെ തല്ലരുത് എന്ന എന്തോ കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യവസ്ഥയുള്ളതുകൊണ്ട് ഷാജൻ സ്കറിയയ്ക്ക് ഇനി അവരുടെ കയ്യിൽ നിന്ന് തല്ല് കിട്ടും എന്ന് പേടിക്കണ്ട. പക്ഷേ വേറെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യോ എന്ന കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും സംശയം നിലനിൽക്കുകയാണ്. ഏതായാലും ജിഹാദികളുടെ പക അടങ്ങിയിട്ടില്ല. കമ്മികൾ തൽക്കാലം സന്തുഷ്ടരാണ്, സംതൃപ്തരാണ്. നമ്മുടെ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ തന്നെ അദ്ദേഹത്തെ തല്ലിയല്ലോ എന്ന ഒരു സന്തോഷം അവർക്കുണ്ട്. ഈ എല്ലാവരും സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവണമല്ലോ, പ്രത്യേകിച്ച് ഓണക്കാലമാണ്. ജാമ്യം കൊടുത്ത മജിസ്ട്രേറ്റിനും പ്രോസിക്യൂട്ടർക്കും ഓരോരുത്തർക്കും സന്തോഷിക്കാനുള്ള അവസരമുണ്ട്, അവകാശമുണ്ട്. നമ്മളതിൽ ഇടപെടുന്നത് ശരിയല്ല. ഏതായാലും ജിഹാദികളെയും കമ്മികളെയും അങ്ങനെ സന്തോഷിക്കാൻ വിടില്ല എന്ന വിശ്വാസത്തിൽ, എന്ന ധൈര്യത്തിൽ ഷാജൻ സ്കറിയൻ രംഗത്ത് വന്നിട്ടുണ്ട്. എല്ലാവരുടെയും ജീവിതം സന്തോഷകരമാകട്ടെ എന്ന് പടച്ച തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വിടാം. പിന്നെ കാണാം. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.